അൽഹുബ്ബു അൽമർഉ മഅ മൻ അഹബ്ബ. മനുഷ്യൻ ആരെയാണോ സ്നേഹിച്ചത് അവന്റെ കൂടെയാണെന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ വെള്ളിയാഴ്ചയിലും പതിവായി തെറ്റാതെ പാരായണം ചെയ്യാൻ പരിശ്രമിക്കുന്ന വിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിൽ ഒരു നായയെ കുറിച്ച് ചർച്ചയില്ല. ആ നായയെ കുറിച്ച് പറഞ്ഞത് തന്നെ ചിന്തനീയമല്ലേ, ശ്രദ്ധേയമല്ലേ, ഹൃദയത്തിലേക്ക് തുളഞ്ഞു കയറുന്ന സ്വഭാവത്തിലല്ലേ? അവരേഴാളുകളാണ്. 6 വരെയുള്ള അഭിപ്രായത്തെ പടച്ചവൻ റജ്മംബിൽ ഗൈബി എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിട്ട് 7ാമത്തെ അഭിപ്രായത്തെ കുറിച്ച് പടച്ചവനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരുടെ എണ്ണം 7ആണെന്ന് മുഫസ്സിരീങ്ങൾ ഉറപ്പിച്ചു പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ കലാം പറയുകയാ, വസാമിനുഹും കൽബുഹും വസാമിനുഹും കൽബുഹും വസാമിനുഹും. ഭാഷ അറിയുന്ന ആളുകൾ ഞെട്ടിപ്പോകും. വസാമിനുഹും ലമീറിലേക്ക് ലാഫ്ത് ഇരുത്താ പറഞ്ഞത്. അവരിൽ 8ാമത്തത് എന്ന് പറഞ്ഞാൽ ഔലിയാക്കളുടെ കമ്പാർട്ട്മെന്റിൽ നായക്ക് റിസർവേഷൻ കൊടുക്കുക. കൽബുഹും, അവരുടെ നായ. എന്താണ് ഭാഷ, എന്താ ആകർഷണീയമായ ശൈലി, എന്താ ഹൃദയസ്പർക്കായ ഒഴുക്ക്. അവരുടെ നായ, ഈ നായ സ്വർഗത്തിൽ കടക്കും. വഅലമു ഉമ്മത സയ്യിദിന മുഹമ്മദ്. നാളെ സ്വർഗത്തിൽ ഒരു നായ ഉണ്ടാവും. ഇവിടുത്തെ നായന്റെ സ്വഭാവം ഉണ്ടാവില്ല, കടിക്കൊന്നുമില്ല കേട്ടോ, പേടിക്കണ്ട. അല്ലെങ്കിൽ നായക്കൾ കടിക്കാൻ തുടങ്ങിയത് മോഡി സാറ് ഭരണരംഗത്ത് കയറിയതിന് ശേഷമാണ്. സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേന്ന് തുടങ്ങി കടി, അവരെ കടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ നായ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കടിക്കൂല. നായ സ്വർഗത്തിൽ. കാരണം ചിന്തിക്കണം ഉമ്മത്തെ. എന്താ നായ സ്വർഗത്തിൽ? നായ ഈ 7 ചെറുപ്പക്കാർ ഔലിയാക്കളെ ബാക്കിൽ ഇങ്ങനെ പോയി. അപ്പൊ അവര് ചോദിച്ചു, ഈ എങ്ങോട്ടാ വരുന്നെന്ന്. നായ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു അഹിബ്ബ അല്ലാഹ്. നിങ്ങൾ അള്ളാന്റെ സ്വന്തം ആളുകളല്ലേ, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവരൊറ്റ കാരണത്താൽ നായ സ്വർഗത്തിൽ കടക്കും. അവിടെ നായേണെന്ന് പോലും അള്ള നോക്കണില്ല, കൂടെ പറഞ്ഞേക്കാണ്. നമ്മള് നായക്കളെല്ലാം ഉറപ്പല്ലേ? അല്ല, ഒരു വാല് നീണ്ട 4 കാലുള്ള തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണമെന്ന കട്ടായ മസാലുള്ള ഒരു നായ ഔലിയാക്കളെ സ്നേഹിച്ചിട്ട് നാളെ സ്വർഗത്തിലേക്ക് കയറുമ്പോ ഉമ്മത്ത് മുഹമ്മദിലെ മെമ്പർമാരായ നമ്മൾ റസൂലുള്ളാഹിനെയും സഹാബാക്കളെയും ഔലിയാക്കളെ സ്നേഹിച്ചാൽ സ്വർഗത്തിൽ പോകുമല്ലോ ഇൻഷാ അല്ലാഹ്. കൂട്ടത്തിൽ ഈ സഹസ് അള്ളാഹു കബൂലാക്കി തരട്ടെ, അള്ളാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. അമ്പിയാക്കളെ കഴിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ഔലിയാക്കൾക്കൊരു നേതാവുണ്ടേ. ആ നേതാവ് സയ്യിദുൽ ഔലിയായ അബൂബക്കറിന് സിദ്ദീഖ്